ഞങ്ങൾക്ക് 2 കല്യാണങ്ങളുണ്ട്. ഒന്ന് ഞങ്ങളുടെ റിലേറ്റീവിൻ്റെയും ഒന്ന് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെയും കല്യാണമാണ്. ഒന്ന് രാവിലെയാണ്, ഒന്ന് ഉച്ചയ്ക്ക് ശേഷമാണ്. രാവിലത്തെ കല്യാണം അമ്പലത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. അതിന് തൊട്ടടുത്ത് എൻ്റെ ഓഡിറ്റോറിയം ഉണ്ട്. ഈ 2 കല്യാണങ്ങളും വന്ദനയ്ക്കുണ്ട്. അപ്പോൾ ഞാൻ അവിടെ എത്തുന്ന മുന്നേ തന്നെ വന്ദന അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കല്യാണം കെട്ട് നടക്കുന്ന അമ്പലത്തിലായിരുന്നു. അതിനുശേഷം ഫംഗ്ഷൻ തൊട്ടടുത്ത് തന്നെ അതിൻ്റെ ഓഡിറ്റോറിയം ഉണ്ട്. നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് വെൽക്കം ഡ്രിങ്ക് എന്ന് പറയുന്നത് ചൂടുള്ള ഹോർലിക്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവരും കുടിച്ചിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തേക്ക് കയറി. അവിടെ അപ്പോൾ ചെക്കനും പെണ്ണ് എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയി. ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും ചെക്കനും പെണ്ണും എത്തി. പിന്നെ അവർ സ്റ്റേജിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പോകാൻ ടൈമായി. കാരണം അടുത്ത കല്യാണത്തിന് പോകുന്നത് കൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അവിടെ ഒരു സീറ്റിൻ്റെ കുറവുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്തതിലേക്ക് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ള വൈകുന്നതുകൊണ്ട് ഞാനും രാജേഷനും കൂടെ ഒരു ഇലയിൽ നിന്നാണ് കേട്ടോ അന്ന് ഭക്ഷണം കഴിച്ചത്. അതിന് കളിയാക്കിയും കൊണ്ടിരിക്കുകയാണ് വിജിതേട്ടൻ. പിന്നെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോകുന്നു. കാരണം ഡ്രസ്സ് ചേഞ്ച് ആയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അലനല്ലൂരാണ് അടുത്ത കല്യാണം വന്നത്. അത് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത കുട്ടിയുടെ കല്യാണമാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ കുറേ നമ്മളുടെ പഴയ ഫ്രണ്ട്സിനെ കാണാൻ പറ്റിയിട്ട് ഞങ്ങളെല്ലാവരും ഒരു കമ്പനിയിലായിരുന്നു. പിന്നെ കുറേ കാലത്തിന് ശേഷം എല്ലാവരും ഓരോരോ കമ്പനിക്ക് മാറിയതാണ്. പിന്നെ അവരും യൂട്യൂബ് ചാനൽ തുടങ്ങിയതെല്ലാം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയും ഞങ്ങൾ വീഡിയോ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നല്ല സപ്പോർട്ടീവായിരുന്നു കേട്ടോ അവർ. പിന്നെ അവരോട് കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഞങ്ങൾ സ്റ്റേജിലേക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി. കാരണം നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അവർ. അപ്പോൾ ഞങ്ങൾ ചെക്കനും പെണ്ണിനെ കണ്ടു. അവരുടെ കൂടെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി. കാരണം നമുക്ക് ഓൾറെഡി ആശേട്ടനും വിജിതേട്ടനാണ് നമ്മൾ കൊണ്ടാക്കി തന്നത്. കാരണം അന്ന് നല്ല മഴയായിരുന്നു. അപ്പോൾ നമ്മളവിടെ കൊണ്ടാക്കി തന്നിട്ട് അവർക്ക് എങ്ങോട്ടോ പോകണമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ അവർ വരുന്നവരെ നമുക്ക് സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ കുറച്ച് നേരം അവരുടെ എല്ലായിടത്തും കുറേ വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു, കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സംസാരിച്ച ശേഷം പിന്നെ ഞങ്ങൾക്ക് ഇറങ്ങാൻ ടൈമായപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ അതാണ് അവർ യൂട്യൂബ് ചാനൽ വേണ്ടിയിട്ട് ബായ് തരികയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്.